ഇനി കുഞ്ഞുങ്ങളിലെ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചുമയിലേക്കും ശ്വാസം മുട്ടിലേക്കും പ്രോഗ്രസ് ചെയ്യുന്നു. ഈ ശ്വാസം മുട്ട് ദിവസങ്ങളോളം, സാധാരണഗതിയിൽ 10 ദിവസത്തിലധികമൊക്കെ നീണ്ടു നിൽക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് എപ്പം പനിയും ജലദോഷം വന്നാലും പെട്ടെന്ന് തന്നെ കുഞ്ഞ് ശ്വാസം മുട്ടിലേക്ക് പോകുന്നു. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആവി മരുന്നുകളോട് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാണിക്കും. പിന്നെ ഇതുപോലെ പനിയും ജലദോഷവും ഇല്ലാത്ത സമയത്തും ചിലപ്പോൾ കരയുമ്പോഴോ ചിരിക്കുമ്പോഴോ പൊടി അടിക്കുമ്പോഴോ തണുപ്പടിക്കുമ്പോഴോ ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നമ്മളിതിനെ ഇൻട്രവൽ സിംറ്റംസ് എന്ന് പറയും. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആസ്മ അല്ലാത്ത വേറെ അലർജിക് ലക്ഷണങ്ങൾ, അതായത് സ്കിൻ അലർജി, അതുപോലെ ഫുഡ് അലർജി, ബ്ലഡിൽ ഈസിനോഫിലിയ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കാണും. പിന്നെ ഇവരുടെ പേരൻസിന് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ആസ്മ ഉണ്ടാവും. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യുമോ എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കോറുണ്ട്. ഇതിനെ നമ്മൾ മോഡിഫൈഡ് ആസ്മ പ്രെഡിക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടുപിടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊടുക്കാനും വേണമെങ്കിൽ ചികിത്സ നൽകാനും കഴിയും. പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ആസ്മ ഒരിക്കലും ഒരു മാറാ രോഗമല്ല, വളരെ ഇഫക്റ്റീവായിട്ട് ചികിത്സയുള്ള ഒരു അസുഖമാണിത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ആസ്മയുള്ള ഏതാണ്ട് 70% കുഞ്ഞുങ്ങളും വളർന്ന് ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും അവരുടെ ഈ ലക്ഷണങ്ങളുടെ തീവ്രത കുറയും. പല കുട്ടികളും ആസ്മയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മുക്തരാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുക.